അറിവ് നേടണമെങ്കിൽ വായന ആവശ്യമാണ്. ഈ വായന ഒരു മികച്ച നിലവാരത്തിലേക്ക് എങ്ങനെ കൊണ്ടുപോകാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. പഠനത്തിന്റെയും ജോലിയുടെയും മേഖലകളിൽ വേഗത്തിൽ വായിക്കാനുള്ള കഴിവ് വളരെയേറെ ഗുണം ചെയ്യും. ശരിയായി മനസ്സിലാക്കി മനസ്സിരുത്തി വായിക്കുന്നതോടൊപ്പം തന്നെ വായനയുടെ വേഗവും വർദ്ധിപ്പിക്കാനാകും. സാധാരണഗതിയിൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ അറിവ് കുറഞ്ഞ സമയത്ത് ലഭിക്കുവാൻ വായന സഹായിക്കും. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികളുടെ അറിവിന്റെ പ്രധാന സ്രോതസ് പാഠപുസ്തകങ്ങളാണ്. മിക്കവർക്കും പാഠപുസ്തകങ്ങളുടെ വായന വിരസമായ ഒരു അനുഭവമാണ് നൽകുന്നത്. പാഠപുസ്തകങ്ങൾ വായിച്ചു മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മടുപ്പുണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ പഠിച്ചു കഴിയും. വായനയും മനസ്സിലാക്കലും രണ്ട് വ്യത്യസ്ത കഴിവുകളാണ്. വായനയുടെ കാര്യത്തിൽ എല്ലാവരും വ്യത്യസ്തരായതിനാൽ വേഗത്തിൽ അർത്ഥം മനസ്സിലാക്കി വായിക്കുന്ന കഴിവ് വർദ്ധിപ്പിക്കാൻ സ്വന്തം പരിമിതികളെ ആദ്യം തന്നെ മനസ്സിലാക്കണം. ചിലർക്ക് വളരെ വേഗത്തിൽ വായിക്കാൻ കഴിയും, എന്നാൽ മനസ്സിലാക്കാനാവില്ല. മറ്റു ചിലർക്ക് വളരെ പതിയെ വായിച്ചു മാത്രമേ ഗ്രഹിക്കാനാവൂ. നാം എങ്ങനെ വായിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. അക്ഷരങ്ങളുടെ രൂപവും ആകൃതിയും തിരിച്ചറിഞ്ഞ് അവയെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വാക്യമാക്കി മാറ്റാൻ കണ്ണിന് എങ്ങനെ സാധിക്കുന്നുവെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വായന എന്നത് സങ്കീർണമായ പ്രക്രിയയാണ്. മുൻകാലങ്ങളിൽ കരുതിയിരുന്നത് വായിക്കുമ്പോൾ ഇരു കണ്ണുകളും വാക്കിലെ ഒരു പ്രത്യേക അക്ഷരത്തിൽ തന്നെ കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അതല്ല സംഭവിക്കുന്നത്. നാം വായിക്കുമ്പോൾ ഇരു കണ്ണുകളും വാക്കിലെ വ്യത്യസ്ത അക്ഷരങ്ങളിലായിരിക്കും ഉടക്കി നിൽക്കുന്നത്. ഇവ തമ്മിൽ രണ്ട് അക്ഷരങ്ങളുടെ അകലമെങ്കിലും ഉണ്ടാകും. ഇങ്ങനെ ലഭിക്കുന്ന ചിത്രങ്ങളെ തലച്ചോർ ഒരുമിച്ചാക്കി ഒരു വാക്കായി രൂപപ്പെടുത്തുന്നു. ഒരു വാക്ക് വായിക്കാൻ നാം എടുക്കുന്ന സമയം എത്രയെന്ന് ആലോചിച്ചാൽ ഇത് എത്ര പെട്ടെന്ന് നടക്കുന്ന പ്രക്രിയയാണെന്ന് മനസ്സിലാകും. വായിക്കുന്നത് മനസ്സിലാകണമെങ്കിൽ വായിക്കാനിരിക്കുന്ന സാഹചര്യം പ്രധാനമാണ്. ശബ്ദരഹിതവും ശാന്തവുമായ സ്ഥലമാണ് വായനയ്ക്ക് ഏറ്റവും യോജിച്ചത്. വായിക്കുന്ന അന്തരീക്ഷം വായനയുടെ വേഗത്തെ സാരമായി ബാധിക്കും. വായനയുടെ വേഗം വർദ്ധിപ്പിക്കാനായി അതിരാവിലെ വായിക്കുന്നത് പരീക്ഷിക്കാം. മറ്റു കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ഏകാഗ്രതയോടെ വായിക്കാൻ ഈ സമയത്ത് സാധിക്കും. കസേരയിൽ നിവർന്നിരുന്ന പുസ്തകം 45 ഡിഗ്രി ചരിച്ചു പിടിച്ച് വേണം വായിക്കുവാൻ. ഇത് കണ്ണിന്റെ ആയാസം കുറയ്ക്കും. ആയാസരഹിതമായ വായന ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും വേഗത്തിൽ കാര്യങ്ങളെ ഗ്രഹിക്കുവാനും സഹായിക്കും. വായന തുടങ്ങും മുമ്പ് പുസ്തകത്തിന്റെ താളുകൾ മറിച്ച് ഒന്ന് ഓടിച്ചു വായിക്കുക. ഉള്ളടക്കവും അധ്യായങ്ങളുടെയും ആദ്യത്തെയും അവസാനത്തെയും വരികളും വായിച്ചാൽ മതി. വായിക്കുന്നതിന് മുമ്പ് തന്നെ എന്തിനെക്കുറിച്ചാണ് വായിക്കുന്നതെന്ന് ഒരു ധാരണയുണ്ടാക്കാൻ ഇത് സഹായിക്കും. നേരത്തെ വായിച്ച പുസ്തകമെന്ന പോലെ പരിചയത്തോടെ വായിക്കാനും സാധിക്കും. പാഠപുസ്തകങ്ങൾക്കും അനുബന്ധ പുസ്തകങ്ങൾക്കുമാണ് ഈ രീതി ഏറെ പ്രയോജനം ചെയ്യുക. പുസ്തകങ്ങളിലെ വിശദീകരണങ്ങളിൽ മുങ്ങിപ്പോകാതെ ആശയം ഗ്രഹിക്കുവാനാണ് ശ്രമിക്കേണ്ടത്. എന്നാൽ കവിത, ഗണിതം, നിയമസംബന്ധമായ കുറിപ്പുകൾ തുടങ്ങിയവയ്ക്ക് ഈ രീതി അഭികാമ്യമല്ല. അവയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വിട്ടുപോകാനിടയുണ്ട്. വേഗത്തിലുള്ള വായനയും ഓടിച്ചുള്ള വായനയും ഒക്കെ പ്രയോജനകരമാണെങ്കിലും കാര്യം ഗ്രഹിക്കുക എന്നതു തന്നെയാണ് വായനയുടെ പ്രധാനം. ഓരോ അക്ഷരവും വായിക്കുന്നവർ നല്ല വായനക്കാരാണ്. എല്ലാ അക്ഷരങ്ങളും വായിക്കുന്നവരാണ് കാര്യം ശരിയായി ഗ്രഹിക്കുന്നതെന്ന ധാരണ ശരിയല്ല. എല്ലാ അക്ഷരങ്ങളും വായിക്കാതെ തന്നെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മുടെ തലച്ചോറിന് കഴിവുണ്ട്. കാരണം അക്ഷരങ്ങളുടെ സ്ഥാനത്തെക്കാളും അവയുടെ അർത്ഥം തിരയുന്ന രീതിയിലാണ് തലച്ചോർ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഓരോ അക്ഷരങ്ങളും ശ്രദ്ധിച്ചു വായിച്ചു പോകുന്ന രീതി വായനയുടെ വേഗം കുറയ്ക്കാൻ മാത്രമേ ഉപകരിക്കൂ. എല്ലാ അക്ഷരങ്ങളും വായിക്കാതെ തന്നെ വേഗത്തിൽ മനസ്സിലാക്കാനുള്ള വായന സാധ്യമാണ്. പതുക്കെ വായിച്ചാൽ നന്നായി മനസ്സിലാകും. ഇത് ഒരു തെറ്റിദ്ധാരണയാണ്. പതുക്കെ വായിച്ചാൽ ഏകാഗ്രത കൂടില്ലെന്ന് മാത്രമല്ല, ചിന്തകളെക്കാളും വേഗം കുറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഏകാഗ്രത നഷ്ടപ്പെടുകയും ചെയ്യും. ഇഴഞ്ഞു നീങ്ങുന്ന സിനിമ പോലെ ഇതും വിരസമാകും.
ശരിയായ പരിശീലനത്തിലൂടെ വേഗത്തിൽ വായിക്കാൻ കഴിവുള്ളവർക്ക് വാക്കുകളെ വിഭാഗങ്ങളായി തിരിച്ച് വായനയുടെ വേഗവും മനസ്സിലാക്കുന്ന രീതിയും വർദ്ധിപ്പിക്കാൻ കഴിയും. വേഗത്തിൽ വായിച്ചാൽ മനസ്സിലാവില്ല. മിക്കവരും കരുതുന്നത് വേഗത്തിലുള്ള വായന വഴി കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കില്ലെന്നാണ്. എന്നാൽ വായിക്കുന്നത് ഗ്രഹിച്ച് ഓർത്തിരിക്കുമ്പോഴാണ് വായിച്ചത് മനസ്സിലാകുന്നത്. ചിലർ വേഗത്തിൽ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. ചിലർക്ക് പതിയെ വായിച്ചാലും മനസ്സിലാക്കാൻ പ്രയാസമാണ്. അതിനാൽ വായനയുടെ വേഗവും ഗ്രഹണശേഷിയും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. ആസ്വദിക്കണമെങ്കിൽ പതിയെ വായിക്കണം. പതിയെ വായിക്കുമ്പോഴാണ് തങ്ങൾക്ക് വായിക്കുന്നത് ആസ്വദിക്കാൻ കഴിയുന്നതെന്ന് ചിലർ കരുതാറുണ്ട്. എന്നാൽ ശരിക്കും സംഭവിക്കുന്നത് വേഗത്തിൽ വായിക്കുമ്പോൾ വായിക്കുന്നവ ചലച്ചിത്രം പോലെ മനസ്സിൽ തെളിയും. ഒരു ശരാശരി വായനക്കാരൻ മിനിറ്റിൽ ഏകദേശം 180 മുതൽ 220 വരെ വാക്കുകൾ വായിക്കുന്നു. സംസാരത്തിന് നിരക്കും ഇതിന് സമാനമാണ്. വായിച്ചത് മനസ്സിലാക്കാനായി 67% വീണ്ടും വായിച്ചു നോക്കുന്നു. തലച്ചോറിന്റെ പ്രവർത്തനക്ഷമതയെക്കാളും പതിയെ വായിക്കുന്നത് ഒരിക്കലും ആസ്വാദ്യകരമല്ല. ചില വാക്കുകൾ വിട്ടുകളഞ്ഞാൽ വേഗത്തിൽ വായിക്കാം എന്നിവ മുതലായവ തുടങ്ങിയ വാക്കുകൾ ആവശ്യമില്ലാത്തതായി മുദ്ര കുത്തപ്പെടാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ വായിക്കുന്നത് മനസ്സിലാകുന്നതിന് ഇവ അത്യാവശ്യമാണ്. മിക്കവർക്കും ശരിയായ പരിശീലനത്തിലൂടെ വായന വേഗം വർദ്ധിപ്പിക്കാനാകും. അതിന് സഹായിക്കുന്ന ചില കാര്യങ്ങൾ പറയാം. വായിക്കുമ്പോൾ പരമാവധി ശ്രദ്ധ നൽകുക. മിക്കവരും TV കാണുന്നത് പോലെ അലക്ഷ്യമായാണ് വായിക്കുന്നത്. എന്നാൽ വായിക്കാൻ അല്പം ശ്രമം കൂടിയേ തീരൂ. നന്നായി വായിക്കുന്നതിന് മുൻപ് ഓടിച്ചു വായിച്ച് ഒരു പ്രിവ്യൂ രൂപപ്പെടുത്താൻ ശ്രമിക്കണം. അതിനായി 30 മുതൽ 60 സെക്കൻഡ് വരെ സമയമെടുക്കാം. അധ്യായങ്ങളുടെ തലക്കെട്ട് വായിക്കുക. ചെറിയ തലക്കെട്ടുകൾ, ഇരുണ്ട മഷിയിലുള്ളവ, വ്യത്യസ്ത പ്രിന്റിലുള്ള വാക്കുകൾ എന്നിവ ശ്രദ്ധിക്കുക. ചിത്രങ്ങൾ, ഗ്രാഫുകൾ, ചാർട്ടുകൾ എന്നിവ നോക്കുക. അധ്യായങ്ങളുടെ ആദ്യത്തെയും അവസാനത്തെയും വരികൾ വായിക്കുക. പുസ്തകം അടച്ചുവെച്ച് എന്ത് മനസ്സിലാക്കിയെന്ന് സ്വയം ചോദിച്ച് ഉത്തരം നൽകാം. ശരിയായ രീതിയിൽ പ്രിവ്യൂ നടത്തിയാൽ ചോദ്യങ്ങൾക്ക് ഏകദേശം ശരിയായി ഉത്തരം നൽകാൻ സാധിക്കുമെന്നാണ് സത്യം. വായിക്കുന്നതിന് മുൻപ് അത് എന്തിനെ പറ്റിയാണ് എന്ന് അറിഞ്ഞാൽ വായിക്കുന്നത് മനസ്സിലാക്കാനും ഓർത്തിരിക്കാനും എളുപ്പമാകും. ചോദ്യത്തിനുള്ള ഉത്തരം തേടുന്നത് പോലെ വായിച്ചാൽ കൂടുതൽ മനസ്സിലാകും. അധ്യായത്തിന്റെ തലക്കെട്ടുകൾ ചോദ്യരൂപത്തിലാക്കുന്നത് ഇത് സഹായിക്കും. വായിക്കുമ്പോൾ സ്വയം സംസാരിക്കുന്നത് നിർത്തുക. ചുണ്ടുകൾ കൊണ്ട് ഉറക്കെ വായിക്കുമ്പോഴും നിശബ്ദമായി വായിക്കുമ്പോഴും ഉള്ളിലും ഇങ്ങനെ രണ്ടു രീതിയിൽ നാം സ്വയം സംസാരിക്കുന്നു. ഇത് രണ്ടും വായനയുടെ വേഗം കുറയ്ക്കും. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ സംസാരത്തിന്റെ വേഗം മാത്രമേ വായനയ്ക്കും ലഭിക്കൂ. വായന എന്നത് കണ്ണും തലച്ചോറും മാത്രം ഉപയോഗിക്കേണ്ട പ്രക്രിയയാണ്. നാം വായിക്കുമ്പോൾ കണ്ണുകൾ വരികൾക്കിടയിൽ ഇടയ്ക്കിടെ തങ്ങി നിൽക്കും. അതിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് വായനയുടെ വേഗവും കുറയും. അത് മാത്രമല്ല, മനസ്സിലാക്കാനും ബുദ്ധിമുട്ടുണ്ടാകും. കാരണം തലച്ചോറിന് അക്ഷരങ്ങളെയും ഒറ്റ വാക്കുകളെയേക്കാൾ ഒരു കൂട്ടം വാക്കുകളെയാണ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനാൽ 3-4 വാക്കുകൾ കൂടി കൂട്ടമായി വായിക്കാൻ ശ്രമിക്കുക. തലച്ചോർ ഇവയെല്ലാം ഒരുമിച്ചാക്കി അർത്ഥമുള്ള വാക്യമാക്കി മാറ്റും. വായിച്ചത് തന്നെ വീണ്ടും വായിച്ചു കൊണ്ടിരിക്കരുത്. ഒരേ കാര്യം അല്ലെങ്കിൽ വാക്യം ഒരുപാട് തവണ വായിക്കുന്നത് ശരിയായ വായനയുടെ ലക്ഷണമല്ല. ഇങ്ങനെ ചെയ്യുന്നത് വഴി കൂടുതൽ മനസ്സിലാവില്ല. മനസ്സിരുത്തി ഒറ്റത്തവണ വായിച്ചാൽ മതിയാകും. അതിനു മുൻപ് ഒരു പ്രിവ്യൂ കൂടി നടത്തിയാൽ വീണ്ടും വായിക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ ഓർത്തിരിക്കാൻ സാധിക്കും. വായിക്കുന്ന വേഗം വ്യത്യസ്തമാക്കുക. എളുപ്പമുള്ളവ വേഗത്തിൽ വായിക്കുകയും ബുദ്ധിമുട്ടേറിയ വിഷയങ്ങൾ മനസ്സിരുത്തി സമയമെടുത്ത് മനസ്സിലാക്കുകയും വായിക്കുക. നിയമപുസ്തകങ്ങൾക്കും മറ്റും ഇത് ബാധകമാണ്. എന്നാൽ മാസികകളും മറ്റും എളുപ്പത്തിൽ വായിച്ചു തീർക്കാം. കവിത, നാടകങ്ങൾ, മതഗ്രന്ഥങ്ങൾ തുടങ്ങിയവ ശരിയായ വായനാ സുഖത്തിനായി ഉറക്കെ വായിക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ ഇവയുടെ ഉദ്ദേശം തന്നെ നഷ്ടപ്പെടും. ഇനി വായനയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒറ്റയടിക്ക് വായനയുടെ വേഗം കൂട്ടാൻ ശ്രമിക്കരുത്. പടിപടിയായി കൂട്ടിയാൽ മതി. നിരന്തരം വായിക്കുക. ഇത് വേഗം മെച്ചപ്പെടുത്തും.
പഠിക്കുമ്പോൾ സമയമെടുത്ത് തന്നെ ചെയ്യുക. TV കണ്ടുകൊണ്ടോ പാട്ട് കേട്ടുകൊണ്ടോ വായിക്കരുത്. മുഴുവൻ ഏകാഗ്രതയോടും കൂടി വേണം വായിക്കുവാൻ. പദസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് വായനയുടെ വേഗം കൂട്ടും. ഇത്ര സമയം കൊണ്ട് ഇത്ര പേജുകൾ വായിക്കുമെന്ന രീതിയിൽ ക്രമീകരിക്കുക, ശ്രമിക്കുക. ഇത് സ്വാഭാവികമായി വായനയുടെ വേഗം വർദ്ധിപ്പിക്കും. പുസ്തകത്തിന്റെ ഉള്ളടക്കം വായിച്ചു നോക്കുക. എന്തിനെക്കുറിച്ചാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാം. വായിച്ച ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ഓടിച്ചു വായിക്കുന്നത് മറന്നു പോകാതിരിക്കാൻ സഹായിക്കും. വായിച്ചു തുടങ്ങുന്നവർ കടുകട്ടിയായ പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കരുത്. ലളിതമായവയാണ് നല്ലത്. അല്പമോ അല്ലെങ്കിൽ വളരെയധികമോ വായിക്കരുത്. മടുപ്പ് തോന്നുമ്പോൾ വായന നിർത്താം. രാത്രിയിൽ ഉറക്കമിളച്ചു വായിക്കരുത്. ഇതുവഴി വായന മെച്ചപ്പെടില്ല. കുറെ വായിച്ച ശേഷം പ്രധാനപ്പെട്ടവ കുറിച്ചു വയ്ക്കുക. മനസ്സിരുത്തി വായിച്ചാൽ വീണ്ടും വായിക്കേണ്ട സാഹചര്യം ഒഴിവാക്കാം. ഇനി വായനയുടെ വേഗം വർദ്ധിപ്പിക്കാനുള്ള കുറുക്കു വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വേഗത്തിൽ വായിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നിരുന്നാലും പരിശീലനത്തിലൂടെയും മറ്റു ചില കുറുക്കു വഴികളിലൂടെയും വായനയുടെ വേഗം കൂട്ടാൻ സാധിക്കും. നിവർന്നിരുന്ന് പുസ്തകം താഴ്ത്തി ചരിച്ച് ഇടത് കൈയിൽ പിടിച്ച് വലത് കൈ കൊണ്ട് പേജുകൾ മറിക്കണം. നന്നായി മനസ്സിലാക്കാൻ കഴിവുള്ള പദസമ്പത്തുള്ളവർ മാത്രമേ വേഗം കൂട്ടാൻ ശ്രമിക്കാവൂ. വലത് കൈ പേജിൽ വെച്ച ശേഷം നേർദിശയിൽ പതിയെ താഴേക്ക് നീങ്ങുക. കണ്ണുകൾ കൈയുടെ ചലനത്തിനൊപ്പം ചലിക്കേണ്ടതില്ല. പക്ഷേ ഇതുവഴി വായനയുടെ വേഗം വർദ്ധിപ്പിക്കാം. ഒരു പേജിൽ ഒരു തവണ മാത്രം ഇങ്ങനെ നീക്കിയാൽ മതിയാകും. കാർഡ് അല്ലെങ്കിൽ മടക്കിയ പേപ്പർ ഉപയോഗിച്ച് വായിച്ച ഭാഗം മൂടുന്ന രീതിയാണിത്. ആവർത്തിച്ചുള്ള വായന ഒഴിവാക്കാൻ ഇത് സഹായിക്കും. വായിക്കുന്നതിന് അനുസരിച്ച് താഴേക്ക് കാർഡ് പേപ്പർ നീക്കുക. ആദ്യമേ അല്പം ശ്രദ്ധ കൊടുക്കേണ്ടി വന്നാലും പിന്നീട് അത് എളുപ്പമാകും. വിരൽ ഉപയോഗിച്ച് കണ്ണുകൾ പേജിന് കുറുകെ കൊണ്ടുപോകുന്ന ഒരു രീതിയുണ്ട്. വലതു കൈ മടക്കിയ ശേഷം ചൂണ്ടുവിരൽ മാത്രം ഇടത്തുനിന്ന് വലത്തോട്ട് വരികളുടെ മുകളിലൂടെ നീക്കുക. വായനയുടെ വേഗം വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണിത്. മേൽപ്പറഞ്ഞ രീതിക്ക് സമാനമാണെങ്കിലും ഇതിൽ വിരൽ ഉപയോഗിച്ച് ഇടയ്ക്കിടയ്ക്ക് വരികളിലൂടെ തട്ടുക. ഒരു വരിയിൽ 2 തവണയിൽ കൂടുതൽ ഇങ്ങനെ ചെയ്യരുത്. 3 4 വാക്കുകൾക്ക് ശേഷം ആവാം. വിരലുകൾ മാത്രം ഉപയോഗിച്ചാൽ മതി. സിഗ്സാബ് അല്ലെങ്കിൽ ലൂപ്പ് എന്ന രീതി മറ്റൊരു രീതിയാണ്. പേജ് സ്കാൻ ചെയ്യുന്നത് പോലെയാണ് ഈ രീതി. 3 4 വരികൾക്ക് കുറുകെയായി വിരലുകൊണ്ട് പതിയെ വരയ്ക്കുക. തിരിച്ചും ഇങ്ങനെ വരയ്ക്കുക. പ്രധാനപ്പെട്ട വാക്കുകളും ആശയങ്ങളും മനസ്സിലാക്കാൻ ഈ രീതി ഉപയോഗിക്കാം. ലളിതമാണെങ്കിലും പരിശീലനത്തിലൂടെ മാത്രമേ വായനാവേഗത്തിന്റെ കുറുക്കുവഴികൾ നമുക്ക് സ്വായത്തമാവുകയുള്ളൂ. നിരന്തരമായ വായനയാണ് ഏറ്റവും നല്ല പരിശീലനം.